ഫേക്ക് നാറ്റീസ് മാത്രം നാച്ചുറൽ ടൈറ്റിൽ അടിക്കുന്ന ഈ ടൈമിൽ എങ്ങനെയാ ഒരു ഫേക്ക് നാറ്റിയെ പൊക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർക്ക് എല്ലായിടത്തും ഞരമ്പുമായിരിക്കും, എന്നാൽ ഒടുക്കത്തെ ലീൻ മസിൽ മാസം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും അത് ഫാറ്റ് കട്ട് ചെയ്താൽ പോരെയെന്ന്. ഒരു 6 to 8% വരെയൊക്കെ ഓക്കെ. അതിനും താഴത്തൊക്കെ എങ്ങനെയാണ് നാച്ചുറലി കട്ട് ചെയ്യുന്നത്? എപ്പോഴാ? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എക്സ്ട്രീംലി ബിഗ് ആയിട്ടുള്ള ഷോൾഡേഴ്സും ട്രാപ്സും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയും ഒന്ന് ബോളാവുന്നു, വർക്കൗട്ട് ചെയ്താൽ അത് വരാവുന്നേ ഉള്ളൂ. നോ മാൻ, ഷോൾഡേഴ്സിലും ട്രാപ്സിലും ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിറോയിഡ് പോലുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഇവന്മാരായിരിക്കും ആദ്യമേ തന്നെ ചാടി വളരുന്നത്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ 365 ദിവസം ഇവന്മാർ ഓണായിരിക്കും. അതായത് ഇത്തിരി ശോകമായിട്ടിരിക്കുന്നതോ ഇത്തിരി ഡീവിയേറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒറ്റ ടൈം പോലും ഉണ്ടാവില്ല. എപ്പോൾ മത്സരത്തിന് ഇറങ്ങിയാലും അപ്പം ടൈറ്റ് അടിക്കും ആ മൂഡ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒരാൾ 100% നാച്ചുറൽ അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇല്ലെങ്കിൽ അത്രയും ജനറ്റിക്കൽ ക്വാളിറ്റിയും അതും ഇതൊക്കെ വേണ്ടി വരും. ബട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരാളെ സസ്പെക്റ്റ് ചെയ്യാം, എന്തോ തരികിടയൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് വല്ലവർക്കും കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്നും തോന്നരുത്. നാച്ചുറലായിട്ട് കഷ്ടപ്പെട്ട് മത്സരിച്ച് ജയിക്കാൻ ശ്രമിക്കുന്ന പിള്ളേരുടെ കൂടെ ഇതേപോലത്തെ ഊച്ചാളിത്തരം കാണിക്കുന്നത് ഈസ് തറ ആക്ച്വലി.